Welcome to XY's Malayali's channel. Don't forget to subscribe. ഇന്ത്യൻ പുരുഷന്മാർ എന്തുകൊണ്ടാണ് ഇപ്പോൾ വിവാഹം കഴിക്കുവാൻ താൽപര്യപ്പെടാത്തത്? ഇത് നിശബ്ദ വൈകാരിക വിപ്ലവമായി കാണാമെന്ന് നൂപർ കുമാരി എന്ന ജേർണലിസ്റ്റ് ടൈംസ് ലൈഫിൽ എഴുതിയ ലേഖനത്തിൽ പറയുന്നു. ഇന്ത്യയിൽ ഒരു പുരുഷന്റെ ജീവിതത്തിലെ അവസാന നാഴികക്കല്ലായി വിവാഹം കണക്കാക്കപ്പെട്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. വിവാഹം എന്നത് മാതാപിതാക്കൾക്കുവേണ്ടി നിറവേറ്റേണ്ട ഒരു കടമയായിട്ടാണ് ഇന്ത്യയിലെ യുവജനങ്ങൾ കണക്കാക്കിയിരുന്നത്. ഒരു മകൻ പ്രായപൂർത്തിയായാൽ പാരന്റ്സ് മകന്റെ വിവാഹത്തെപ്പറ്റി സ്വപ്നം കണ്ടിരുന്ന കാലത്തിൽ നിന്നും ഇപ്പോൾ വളരെയധികം അകന്നുപോകുന്ന മാറ്റം നടക്കുന്നതായി ഇപ്പോൾ കാണാം. ഇപ്പോൾ പ്രത്യേകിച്ച് 20കളുടെ അവസാനം മുതൽ 30കളുടെ മധ്യം വരെയുള്ള ഇന്ത്യൻ പുരുഷന്മാർ ഏകാഗിയായി തുടരാൻ താൽപര്യപ്പെടുന്നു. ഈ തിരഞ്ഞെടുപ്പ് സിനിസിസത്തിൽ വേരൂന്നിയതല്ല, അത് സ്വയം അവബോധത്തിൽ വേരൂന്നിയതാണ്. അതൊരു കലാപമല്ല, അതേസമയം അത് യാഥാർത്ഥ്യത്തിന്റെ പ്രതിഫലനമാണ്. പുരുഷന്മാർ സ്നേഹത്തിൽ നിന്ന് ഒളിച്ചോടുന്നില്ല, മറിച്ച് യാഥാർത്ഥ്യബോധമില്ലാത്ത പ്രതീക്ഷകൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, വൈകാരിക തെറ്റിദ്ധാരണകൾ, കാലഹരണപ്പെട്ട ലിംഗപരമായ റോളുകൾ എന്നിവയുടെ ഭാരത്തിൽ നിന്നാണ് ഇത്തരം തീരുമാനങ്ങൾ ഉണ്ടാവുന്നത്. അവർ സമ്മർദ്ദത്തിൽ സമാധാനം തേടുന്നു, തിരക്കിൽ നിന്ന് രോഗശാന്തി തേടുന്നു. പുരുഷന്മാർക്ക് എങ്ങനെ തോന്നുന്നു എന്ന് ചോദിക്കാൻ അപൂർവമായി നിർത്തുന്ന ഒരു സമൂഹത്തിൽ ഈ തിരഞ്ഞെടുപ്പ് വൈകാരിക സ്വയം സംരക്ഷണത്തിനായുള്ള ഒരു നിശബ്ദ നിലപാടാണ്. ഈ വളരുന്ന പ്രവണതയ്ക്ക് ഇന്ധനം നൽകുന്ന വികാരങ്ങൾ, അനുഭവങ്ങൾ, സാംസ്കാരിക പിരിമുറുക്കങ്ങൾ എന്നിവ ഈ ലേഖനം വെളിപ്പെടുത്തുന്നു. ആധുനിക ഇന്ത്യയുടെ പുരുഷത്വം, ബന്ധങ്ങൾ, വികസിച്ചുകൊണ്ടിരിക്കുന്ന ആത്മാവ് എന്നിവയെക്കുറിച്ച് അത് വെളിപ്പെടുത്തുന്നു. 1. പ്രതീക്ഷകളുടെ ഭാരം. ഒരു ആൺകുട്ടി ഒരു ഇന്ത്യൻ കുടുംബത്തിൽ ജനിക്കുന്ന നിമിഷം മുതൽ അവന്റെ ഭാവി ഏതാണ്ട് സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നു. സ്കൂൾ, ജോലി, വിവാഹം, കുട്ടികൾ. എന്നാൽ പല പുരുഷന്മാരും ഈ മാതൃക ലംഘിക്കുകയാണ്. എന്തുകൊണ്ട്? കാരണം അവർ ക്ഷീണിതരാണ്. സമ്പാദിക്കാനും സംരക്ഷിക്കാനും നൽകാനും ഇപ്പോൾ വൈകാരികമായി പിന്തുണയ്ക്കാനും മനസ്സിലാക്കാനും പ്രതീക്ഷിക്കപ്പെടുന്നു. അവർ പ്രതീക്ഷകളിൽ മുങ്ങിത്താഴുന്നു. ഇന്നത്തെ വിവാഹം ഇനിയൊരു ഭാര്യയെയും കുട്ടികളെയും കുറിച്ചുള്ളതല്ല. ഒരു ഉത്തമ ഭർത്താവ്, വൈകാരിക നങ്കൂരം, സാമ്പത്തിക ദാതാവ്, പലപ്പോഴും ഇരുവശത്തും വർഷങ്ങളോളം സുഖപ്പെടാത്ത ആഘാതത്തിനുള്ള ഒരു പഞ്ചിംഗ് ബാഗ് എന്നിവയുമായി ഇത് വരുന്നു. ചില പുരുഷന്മാർ പറയുന്നു, മതി. സമ്മർദ്ദത്തിനു പകരം സമാധാനം അവർ തിരഞ്ഞെടുക്കുന്നു. 2. തെറ്റിദ്ധരിക്കപ്പെടുമോ എന്ന ഭയം. ഇന്നത്തെ വികസിച്ചുകൊണ്ടിരിക്കുന്ന ലിംഗഭേദത്തിൽ പുരുഷന്മാരോട് തുറന്നു പറയാനും ദുർബലരാകാനും വൈകാരികമായി ലഭ്യമാകാനും പറയുന്നു. എന്നാൽ അങ്ങനെ ചെയ്യുമ്പോൾ പലരും സ്വയം പരിഹസിക്കപ്പെടുകയും തെറ്റിദ്ധരിക്കപ്പെടുകയും കൃത്രിമം കാണിക്കപ്പെടുകയും ചെയ്യുന്നു. ചില പുരുഷന്മാർ അവരുടെ നിശബ്ദത ആരും മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് ഭയപ്പെടുന്നു. അവർ മാറാൻ മാത്രമേ ആവശ്യപ്പെടുന്നുള്ളൂ, സ്വീകരിക്കപ്പെടുന്നില്ല. അതിനാൽ ഹൃദയാഘാതമോ നിരന്തരമായ സംഘർഷമോ ഉണ്ടാകുന്നതിനു പകരം അവർ പിൻവാങ്ങുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം അവിവാഹിതരായി തുടരുക എന്നത് സ്നേഹം ഉപേക്ഷിക്കുന്നതിനെക്കുറിച്ചല്ല, അതവരുടെ വൈകാരിക സമഗ്രത സംരക്ഷിക്കുന്നതിനെക്കുറിച്ചാണ്. 3. സാമ്പത്തിക സമ്മർദ്ദവും കരിയർ ഉത്കണ്ഠയും. ഇന്ത്യയുടെ വിവാഹങ്ങൾ ചെലവേറിയവയാണ്. വിവാഹങ്ങൾ അതിലും കൂടുതൽ. സ്ത്രീധന പ്രതീക്ഷകൾ മുതൽ ജീവിതശൈലി സമ്മർദ്ദം വരെ സാമ്പത്തിക ഭാരം യഥാർത്ഥമാണ്. വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന തൊഴിലില്ലായ്മ, ജോലി സമ്മർദ്ദം, അസ്ഥിരമായ തൊഴിൽ വിപണികളും കൂടിച്ചേരുമ്പോൾ വിവാഹം പലർക്കും ഭയാനകമായൊരു നിക്ഷേപമായി മാറുന്നു. താഴ്ന്ന മധ്യവർഗ പശ്ചാത്തലങ്ങളിൽ നിന്നുള്ള പുരുഷന്മാർ പലപ്പോഴും വിവാഹ മാതൃകളായി കാണപ്പെടാൻ തങ്ങൾ ഒരിക്കലും ആവശ്യത്തിന് സമ്പാദിക്കില്ലെന്ന് കരുതുന്നു. നിരന്തരമായ സാമ്പത്തിക സമ്മർദ്ദത്തിൽ ജീവിക്കുന്നതിനോ ലക്ഷങ്ങൾ സമ്പാദിക്കാത്തതിന്റെ പേരിൽ നിരസിക്കപ്പെടുന്നതിനോ പകരം ചിലർ പൂർണ്ണമായും ഒഴിവാക്കുന്നു. 4. തകർന്ന വീടുകളും ബാല്യകാല ആഘാതവും. പല ഇന്ത്യൻ പുരുഷന്മാരും പ്രശ്നപരമായ വിവാഹങ്ങളുടെ കുട്ടികളാണ്. മാതാപിതാക്കൾ വഴക്കിടുന്നതും അമ്മമാർ കരയുന്നതും അച്ഛന്മാർ ഉത്തരവാദിത്തത്തിന്റെ ഭാരം മൂലം നിശബ്ദമായി പിരിയുന്നതും കണ്ടാണ് അവർ വളർന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം വിവാഹം പ്രതീക്ഷയുണർത്തുന്നില്ല, അത് ഭയമുണർത്തുന്നു. അവർ വളരെ അടുത്തു കണ്ട ഒരു കെണി പോലെയാണിത് അനുഭവപ്പെടുന്നത്. അതിനാൽ അവരുടെ ഭൂതകാലത്തിൽ നിന്നും സുഖം പ്രാപിക്കാൻ ശ്രമിക്കുമ്പോൾ അവർ സമാനമായ ഭാവികൾ കെട്ടിപ്പടിക്കാൻ മടിക്കുന്നു. അതേ മുറിവുകൾ വീണ്ടും സൃഷ്ടിക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല. 5. ആധുനിക സ്ത്രീകൾ, പരമ്പരാഗത ഭാര്യാപിതാക്കൾ. ഇന്ത്യൻ വിവാഹങ്ങളിലെ ഏറ്റവും വലിയ നിശബ്ദ സമ്മർദ്ദങ്ങളിലൊന്നാണ് അമ്മായിമാരുടെ ചലനാത്മകത. ഇന്നത്തെ സ്ത്രീകൾ സ്വതന്ത്രരും വിദ്യാഭ്യാസമുള്ളവരും സ്വയം അവബോധമുള്ളവരുമായിരിക്കുമ്പോൾ ഭാര്യാപിതാക്കൾ പലപ്പോഴും അവരിൽ നിന്ന് പരമ്പരാഗതവും അനുസരണാപരവും വിധേയത്വമുള്ളവരുമായിരിക്കണമെന്ന് പ്രതീക്ഷിക്കുന്നു. പുരുഷന്മാർ മധ്യത്തിൽ അവശേഷിക്കുന്നു. ഇരുവശത്തെയും കൈലാര്യം ചെയ്യാൻ പ്രതീക്ഷിക്കപ്പെടുന്നു. പല യുവാക്കളും അവരുടെ സുഹൃത്തുക്കൾ ഈ വടംവലിയിൽ കഷ്ടപ്പെടുന്നത് കണ്ടിട്ടുണ്ട്. വിവാഹം കൊണ്ടുവരുന്ന വൈകാരിക രാഷ്ട്രീയത്തെ അവർ ഭയപ്പെടുന്നു. അനന്തമായ പ്രതീക്ഷകൾ കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചുകൊണ്ട് അവരുടെ സമാധാനം നഷ്ടപ്പെടാൻ അവർ ആഗ്രഹിക്കുന്നില്ല. 6.
വൈകാരിക പ്രകടനത്തിന് സുരക്ഷിതമായ സ്ഥലങ്ങളുടെ അഭാവം. ഇന്ത്യൻ സമൂഹം ഇപ്പോഴും ആൺകുട്ടികളെ പുരുഷനെ ഉയർത്തുക, ശക്തനായിരിക്കുക, ഒരിക്കലും കരയരുത് എന്നിലേക്ക് വളർത്തുന്നു. വൈകാരിക ദുർബലത ബലഹീനതയായി കാണുന്നു. അതിനാൽ പുരുഷന്മാർ ഏകാന്തത, ഉത്കണ്ഠ അല്ലെങ്കിൽ ഹൃദയാഘാതവുമായി പോരാടുമ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാൻ അവർക്ക് സുരക്ഷിതം തോന്നുന്ന സ്ഥലങ്ങൾ കുറവാണ്. അടുപ്പത്തിന്റെയും സുരക്ഷിതത്വത്തിന്റെയും ഇടമായിരിക്കേണ്ട വിവാഹം പലപ്പോഴും അവർ പ്രകടനം നടത്തേണ്ട ഒരു ഇടമായി മാറുന്നു. പലർക്കും ഒറ്റയ്ക്ക് തുടരുക എന്നത് വൈകാരിക സുരക്ഷ തിരഞ്ഞെടുക്കുകയാണ്. ഇതൊരു കലാപമല്ല, ഇതൊരു പ്രതികരണമാണ്. ഈ നിശബ്ദ വിപ്ലവം പ്രണയത്തെയോ കുടുംബത്തെയോ നിരസിക്കുന്നതിനെക്കുറിച്ചല്ല, ഇന്ത്യൻ പുരുഷന്മാർ നിശബ്ദമായി ചോദിക്കുന്നതിനെക്കുറിച്ചാണ്. നമ്മുടെ കാര്യമോ, നമ്മുടെ മാനസികാരോഗ്യം, നമ്മുടെ ബാല്യകാല മുറിവുകൾ, വിശ്രമത്തിനുള്ള നമ്മുടെ ആവശ്യം, അർത്ഥത്തിനുള്ള നമ്മുടെ അന്വേഷണം എന്നിവയെക്കുറിച്ചോ? അവർക്ക് സ്നേഹം വേണ്ട എന്നല്ല, അവർക്ക് സമ്മർദ്ദം വേണ്ട. വിവാഹം സുരക്ഷിതവും സന്തുലിതവും വൈകാരികമായി നീതിയുക്തവുമാണെന്ന് തോന്നുന്ന ഒരിടം സമൂഹം സൃഷ്ടിക്കുന്നതുവരെ പലരും ഈ ശാന്തമായ പാതയിൽ തനിച്ചു സഞ്ചരിക്കും. ഭയം കൊണ്ടല്ല, മറിച്ച് ആത്മാഭിമാനം കൊണ്ടാണ്. Thank you for watching.